ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് വരാനിരിക്കുന്ന ഡ്രാഗൺ ബോൾ ഡൈമയെ കുറിച്ചാണ്. ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്നും തുടങ്ങി പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തിനാണ് ഈ ഡൈമ കാണേണ്ടത്, അതുപോലെ ഇത് ഡ്രാഗൺ ബോൾ GT പോലെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഡ്രാഗൺ ബോൾ ഡൈമയുടെ ഈ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡ്രാഗൺ ബോൾസിൽ തന്നെ സീരീസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡ്രാഗൺ ബോൾ ക്ലാസിക്, അത് കഴിഞ്ഞ് ഡ്രാഗൺ ബോൾ C അല്ലെങ്കിൽ സീക്കായി, അതിനുശേഷം ഡ്രാഗൺ ബോൾ സൂപ്പർ. ഇതാണ് നമുക്ക് കാനോൺ ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്ക് പിന്നീട് ഡ്രാഗൺ ബോൾ GT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ കാനോൺ ആയിട്ടുള്ള സീരീസ് നമുക്ക് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ഇറങ്ങാൻ പോകുന്ന ഡ്രാഗൺ ബോളിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സീരീസ് ആണ് ഡ്രാഗൺ ബോൾ ഡൈമ. ഞാൻ ഒന്നുകൂടി കറക്റ്റായി പറഞ്ഞുതരാം. അതായത് ഡ്രാഗൺ ബോൾ Z കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന മറ്റൊരു സ്റ്റോറിയാണ് ഡ്രാഗൺ ബോൾ GT. ഇതിൽ നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പറുമായി ഒരു കണക്ഷനും ഇല്ല. അതായത് ഗോകുവിന് സൂപ്പർ സൈൻ ഗോഡ്, അൾട്രാ ഇൻസ്റ്റിക്റ്റ്, സൂപ്പർ സൈൻ ബ്ലൂ, ഈ ഒരു ഫോമും മറ്റുള്ള ക്യാരക്ടേഴ്സുകളും ഒന്നും തന്നെ നമുക്ക് GTയിൽ കാണാൻ സാധിക്കില്ല. ഡ്രാഗൺ ബോൾ Z കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു സ്റ്റോറി ആയിട്ട് ഡൈമയും ലഭിക്കാൻ പോകുന്നു. ഇത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ കാരണം, നിങ്ങൾ ഡ്രാഗൺ ബോൾ സൂപ്പർ മാത്രം കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡ്രാഗൺ ബോൾ Z കണ്ടിരിക്കണം. അതിനുശേഷം മാത്രമേ ഈ ഡൈമ കാണാൻ കഴിയുകയുള്ളൂ. കാരണം ഡ്രാഗൺ ബോൾ Zയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഡൈമ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ബോൾ Z മുഴുവനായിട്ട് കാണാൻ സമയമില്ലെങ്കിൽ അവസാനത്തെ മാജിൻ ബൂ ആർക്കെങ്കിലും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മാജിൻ ബൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഈ ഒരു സീരീസിൽ ഉണ്ടാകും. ഈ ഡ്രാഗൺ ബോൾ ഡൈമ എന്ന് പറയുന്നത് GT പോലെയാണോ, പലർക്കും ഉള്ള സംശയമാണ് ഇത്. ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് കുറച്ചൊന്ന് പുറകിലോട്ട് പോകാം. അതായത് ഡ്രാഗൺ ബോൾ ക്ലാസിക് കഴിഞ്ഞതിന് ശേഷം ഡ്രാഗൺ ബോൾ C തുടങ്ങുന്ന സമയത്താണ് ആ ഒരു കിഡ് ഗോക്കുനെ പതിയെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോട്ടൺ എന്ന ക്യാരക്ടറിനെ Zയിൽ കൊണ്ടുവന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ക്ലാസിക്കിലെ ഗോകുവിന്റെ അത്ര ഗോട്ടൺ വർക്കായില്ല. അങ്ങനെ അതും കഴിഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു GT എന്ന സീരീസ് കൊണ്ടുവന്നത്. GT കാണാത്തവർക്ക് ഞാൻ എന്താണെന്നൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു സിറ്റുവേഷൻ മൂലം ഗോകു ചെറുതായി പോകുന്നു. അങ്ങനെ ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്ന ഒരു അഡ്വഞ്ചർ ആണ് GTയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സീരീസ് അത്രത്തോളം അടിപൊളിയായിട്ടില്ല. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെയും ഈ ഡ്രാഗൺ ബോളിൽ ക്യാരക്ടേഴ്സുകളൊക്കെ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നത്. GTയിൽ ഗോകു മാത്രമാണെങ്കിൽ ഡൈമയിൽ എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരും തന്നെ ചെറുതാകാൻ ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടേഴ്സുകൾ ചെറുതാക്കി കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതും ഏകദേശം പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഡ്രാഗൺ ബോൾ ഡൈമ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഡ്രാഗൺ ബോൾ കാരണമോ മറ്റെന്തോ ഒരു സിറ്റുവേഷൻ കാരണം എല്ലാ ക്യാരക്ടേഴ്സുകളെയും ചെറുതായിട്ടാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. എല്ലാവരും കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. ആ മാസ്റ്റർ റോഷിയെ ചെറുതാക്കുന്ന സമയത്ത് പുള്ളിക്കാരന് കുറച്ച് മുടിയെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ ഇവിടെ നമ്മളെ ഗോഹാനെ മാത്രം കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഇത് റെഡിയാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗോകുവും അതായത് ഇപ്പോഴത്തെ സുപ്രീം ആയിട്ടുള്ള ഷിന്നും മറ്റൊരു പ്ലാനറ്റ്സിലേക്കെല്ലാം പോകുന്നതാണ് ഇതിന്റെ പ്രധാന സ്റ്റോറി. അങ്ങനെ ഇവരുടെ ഇടയിൽ ഗ്ലോറിയോ, പാൻസി എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്യാരക്ടേഴ്സുകളും ഗോകു സുപ്രീം ഗായുടെ ടീമിൽ ചേരുന്നുണ്ട്. അതുപോലെ തന്നെ 3 ലോകങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് ഒരുപക്ഷെ പ്ലാനറ്റ് ആയിരിക്കാം, പ്ലാനറ്റിന്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളായിരിക്കാം. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും സീരീസ് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. ഇത് പൂർണ്ണമായും എർത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറി അല്ല. അതുപോലെ തന്നെ പല വില്ലന്മാരെയും നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതൊക്കെ യഥാർത്ഥ വില്ലന്മാരാണോ എന്നും ഇവരൊക്കെ അവസാനം ഗോകുവിനെ ഹെൽപ്പ് ചെയ്യോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഒരു ഡീമൺ റെലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലവും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെയിൻ ആയിട്ടുള്ള വില്ലൻ ഇവിടെ ആയിരിക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ നമുക്ക് ഗോകു സൂപ്പർ സൈൻ ആകുന്നതും സൂപ്പർ സൈൻ 2 എന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇതും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ട്രെയിലർ ഇപ്പോൾ മുഴുവനായും കണ്ട് അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്റ്റോറി എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്തായാലും നമുക്ക് ഈ ഒരു സീരീസിൽ ഗോകുവിന്റെ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ ചാൻസ് ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സീരീസ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ പല
ആൾക്കാരും പറയുന്നുണ്ട് ഇത് സൂപ്പർ സൈൻ 4 ആയിരിക്കുമെന്നൊക്കെ. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ GTയിലുള്ള പല ക്യാരക്ടേഴ്സുകളും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് എന്ന റൂമറും കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ബ്രോലിയൊക്കെ കാനോണായി വന്നില്ലേ, ഏകദേശം അതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വെജീറ്റ ഇതുവരെ ഉപയോഗിക്കാത്തതും എന്നാൽ ഗോകു ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വെജീറ്റ ചെയ്യുന്നുണ്ട് എന്നൊരു റൂമർ സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് സൂപ്പർ സൈൻ 3യോ അല്ലെങ്കിൽ കയോക്കിൻ ടെക്നിക്ക് എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് സത്യം പറഞ്ഞ റൂമർ ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ ഇറങ്ങാൻ പോകുന്നത് ഒക്ടോബർ 11-നാണ്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലായിട്ടാണ് ഈ ഒരു എപ്പിസോഡും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും ഒരു അരമണിക്കൂറിന് മുകളിൽ ഉണ്ടാകും. ഇനി എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, ഈ ഒരു ഡ്രാഗൺ ബോൾ കാണണോ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നത്. ഇനി ഞാൻ എന്റെ കാര്യം പറയാം. ഡ്രാഗൺ ബോളിന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു സീരീസ് ആണ് വരാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ എന്തായാലും ഡ്രാഗൺ ബോൾ സൂപ്പർ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ പെട്ടെന്നാണ് ഡ്രാഗൺ ബോൾ സൂപ്പർ അല്ല, ഡ്രാഗൺ ബോൾ ഡൈമയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് ടീസറും ഇറങ്ങി. ആനിമേഷനും മറ്റു കാര്യങ്ങളൊക്കെ അടിപൊളിയാണെങ്കിലും എനിക്ക് മൊത്തത്തിൽ അങ്ങ് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത്. അങ്ങനെ അതിനുശേഷം ഫസ്റ്റ് ട്രെയിലറൊക്കെ ഇറങ്ങി. അങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ അക്കിര ടോറിയാമ നമ്മളെ വിട്ടു പോയത്. അങ്ങനെ കുറച്ച് ദിവസം മുന്നെയാണ് നമുക്ക് ഫൈനൽ ട്രെയിലർ റിലീസായത്. ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ക്ലാസിക്കിലുള്ള കുട്ടി ഗോക്കുവിനെ ഇവിടെ എവിടെയൊക്കെയോ കണ്ടതുപോലെ ഒരു ഫീല് തോന്നി. പിന്നെയാണ് ഒരു കാര്യം ഞാൻ ചിന്തിച്ചത്, കാരണം അക്കിര ടോറിയാമയുടെ ഒരു ലാസ്റ്റ് സീരീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമയെ പറയാം. അപ്പോൾ പുള്ളിക്കാരൻ അവസാനമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷ ഡ്രാഗൺ ബോൾ ഡൈമയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവസാനമായി സീരീസ് ആയിട്ട് ലഭിച്ചത് ഡ്രാഗൺ ബോൾ സൂപ്പർ ടൂർണമെന്റ് ഓഫ് പവർ ആണ്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി സീരീസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ട്. അപ്പോൾ എനിക്കും തോന്നി പെട്ടെന്ന് ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ഇറക്കാതെ ഡൈമ ഇറങ്ങിയതിന് ശേഷം പിന്നീട് അധികം വൈകിക്കാതെ തന്നെ ഡ്രാഗൺ ബോൾ സൂപ്പർ ഇറക്കുന്നതാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത് എന്ന് പിന്നെ ചിന്തിച്ചു. എന്തായാലും ഡ്രാഗൺ ബോൾ ഫാൻസ് ഈ ഡൈമ കാണാതിരിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഈ ഡ്രാഗൺ ബോൾ ഡൈമ കാണണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഏതായാലും നമുക്ക് സീരീസ് ഇറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ടൂർണമെന്റ് ഓഫ് പവർ കഴിഞ്ഞതിന് ശേഷം അടുത്ത മാങ്കയായിട്ടുള്ള മോറോ ആർക്കും ഗ്രനോള ആർക്കൊക്കെ നമ്മളോട് ഈ ഒരു ചാനലിൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആരൊക്കെ ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.